ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ അവസാനത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബെൻസീനിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ബെൻസീൻ അഥവാ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വൃത്തിക്ക് ശരിക്ക് ശ്രദ്ധിച്ചു പഠിക്കുക. ആദ്യം തന്നെ പഠിക്കാനുള്ള എല്ലാ റിയാക്ഷൻസും നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഒന്ന്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് മെയിൻ റിയാക്ഷൻ. ആര് കാണിക്കുന്ന? ബെൻസീൻ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. രണ്ട്, അഡീഷൻ റിയാക്ഷൻ. മൂന്ന്, ഓക്സിഡേഷൻ റിയാക്ഷൻ. അതില് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ 5 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് പേര് വായിച്ചു കേട്ടോ. ഒന്ന് ഹാലോജിനേഷൻ, 2 നൈട്രേഷൻ, 3 സൾഫോണേഷൻ, 4 ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, 5 ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എല്ലാവരും ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തോളണേ. ഓരോന്നായിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനും ഒരു ജനറൽ ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ഞാൻ ബെൻസീൻ റിങ്ങിനെ നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. പൊന്നുമോനെ, ഇതാണല്ലോ ഒരു ബെൻസീൻ റിംഗ്. ഈ ബെൻസീൻ റിംഗിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഫൈൽ വരും, മറ്റൊരു ഇലക്ട്രോഫൈൽ പോകും. ഇതാണല്ലോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എടാ, ആരാണ് ഈ പോകുന്ന ഇലക്ട്രോഫൈൽ എന്നറിയോ നിങ്ങൾക്ക്? H+ ആണ് ഇവിടുന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോഫൈൽ. ആ H+ നിന്ന സ്ഥാനത്ത് മറ്റൊരു ഇലക്ട്രോഫൈൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പേര് വിളിക്കുന്നത്. അപ്പോ ഇതിലൊരു H പോകാനുള്ള Hനെ ഞാൻ ആദ്യം തന്നെ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇനി ശ്രദ്ധിക്കുക, ഇതിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ ഇങ്ങനെ വരും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണല്ലോ. അപ്പൊ വേറെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടും. ഡബിൾ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് ഫീൽ ചെയ്യും. ശരിയല്ലേടാ? അപ്പൊ ഡബിൾ ബോണ്ട് പൊട്ടിയാൽ ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഉണ്ട്, ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഈ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് നെഗറ്റീവ് ചാർജ് കിട്ടിയ കാർബൺ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചേക്കുന്നത്. അവിടെ ഇലക്ട്രോഫൈൽ വരും. ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ, ഈ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ്. പഠിക്കണേ, ഇന്റർമീഡിയറ്റ്. ഡീറ്റെയിൽ ആയിട്ട് ഇന്റർമീഡിയറ്റിനെ ഞാൻ നിങ്ങൾക്ക് ഇനി 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞു തരും. നെക്സ്റ്റ് സ്റ്റെപ്പില് എന്താ സംഭവിക്കുക എന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോളണേ. ഈ ഹൈഡ്രജനിലെ മുകളിലേക്ക് ഞാൻ കാണിച്ച ഹൈഡ്രജൻ, ആ ഹൈഡ്രജനിലേക്കുള്ള 2 ബോണ്ടിനെ ഈ കാർബൺ പിൻവലിച്ച് ഇവിടെ ഡബിൾ ബോണ്ടായിട്ട് കൊടുക്കും. അപ്പൊ എങ്ങനെയാ സംഭവിക്കുക നോക്കിക്കേ. ആ ഹൈഡ്രജനിലേക്കുള്ള ബോണ്ടൊക്കെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഡബിൾ ബോണ്ടിന്റെ ഈ പൊസിഷനിൽ ആരുണ്ട്? ഒരു ഇലക്ട്രോഫൈലും ഉണ്ട്. ശരിയല്ലേ? അപ്പൊ ബോണ്ടുകളെല്ലാം നഷ്ടപ്പെട്ട ആര്? H+ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നത് കാണാം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേടാ, ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒരു E+ കയറി വരുന്നു, H+ ഇറങ്ങിപ്പോകുന്നു. പോസിറ്റീവ് ചാർജ് ഉള്ളവന്റെ പേര് ഇലക്ട്രോഫൈൽ എന്നാണല്ലോ. അപ്പൊ ഒരു ഇലക്ട്രോഫൈൽ വരുമ്പോൾ മറ്റൊരു ഇലക്ട്രോഫൈൽ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പഠിച്ചല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഇന്റർമീഡിയറ്റിനെ കുറിച്ചാണ്. ഈ ഇന്റർമീഡിയറ്റിന് ഒരു പ്രത്യേകത. ഒന്ന്, ഇതിന്റെ പേര് അറീനിയം അയോൺ എന്നാണ്. പഠിക്കണേ മോനെ, അറീനിയം അയോൺ. ഇന്റർമീഡിയറ്റിന്റെ പേരെന്താണെന്ന് പറ? അറീനിയം അയോൺ ആണ്. ഈ ഇന്റർമീഡിയറ്റ് ഒരു കാർബോകാറ്റയോൺ ആണല്ലോ, പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അയാൾക്ക് 3 റെസൊണൻസ് ഫോം ഉണ്ട്, റെസൊണൻസ് ഫോംസ് ഉണ്ട്. അത് പബ്ലിക് എക്സാമിൽ അത് വരക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്ന് ഓർത്ത് വെക്കുക. അറീനിയം അയോൺ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റിന് 3 റെസൊണൻസ് ഫോമുകൾ ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. ഡീലാണല്ലോ. അപ്പൊ ഞാനിതാ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ മെക്കാനിസം പരിചയപ്പെടുത്തി. ഇനി ഓരോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. അഥവാ 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിലൊന്നാമനാണ് ഹാലോജിനേഷൻ. പഠിക്കണേ മോനെ, ഹാലോജിനേഷൻ. ഓരോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിനൊരു ട്രാക്ക് ഉണ്ട്, ഒരു നാക്ക് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം അതിലുള്ള ഇലക്ട്രോഫൈൽ ആരാണ് എന്ന് എഴുതി തരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് എന്താണ് എന്നും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലും കോമൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും.
അപ്പൊ ആദ്യം ഹാലോജിനേഷൻ ആണ്. ഹാലോജൻ കയറി വരലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ആണ്. പഠിച്ചു വെച്ചോ, എക്സ് പ്ലസ് ആണ് ഹാലോജൻ. റിയേജന്റ് ഹാലജൻ തന്നെയാണ്. റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹാലജൻ, X2, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ആരെങ്കിലും ഒരാൾ. കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഇതാണ്, പ്രസൻസ് ഓഫ്, പഠിക്കണേ, പ്രസൻസ് ഓഫ് എനി ലൂയിസ് ആസിഡ്. പ്രസൻസ് ഓഫ് എനി ലൂയിസ് ആസിഡ്, ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് വേണം. രണ്ടാമത്തത് ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് വേണം. ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് വേണം. ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡ് നിർബന്ധമായിട്ടും വേണം. സൺലൈറ്റ് ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് അവിടെ ഹാലോജിനേഷൻ എന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. അപ്പോ ഇവിടെ ലൂയിസ് ആസിഡ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കേണ്ട കുറച്ച് ലൂയിസ് ആസിഡുകളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരാൾ വന്നാൽ അത് ലൂയിസ് ആസിഡ് ആണ് നമുക്ക് അറിയണമല്ലോ, അതിനുള്ള അറിവ് നമുക്ക് വേണമല്ലോ. ഒന്നാണ് FeCl3, മറ്റൊന്നാണ് FeBr3, മറ്റൊന്നാണ് FeBr2, മറ്റൊന്നാണ് AlCl3. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ലൂയിസ് ആസിഡ് എക്സെട്ര, ഇതിൽ ഏതെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടും വേണം. എന്തിനാണ് ഈ ലൂയിസ് ആസിഡ് ഉപയോഗിക്കുന്നത്? ഫങ്ഷൻ ഓഫ് ലൂയിസ് ആസിഡ് എന്താണ്? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ആരാണ് ഇവിടെ ഇലക്ട്രോഫൈൽ? എക്സ് പ്ലസ് ആണ്, എക്സ് പ്ലസ്. അതിനെ ഞങ്ങൾ ഹാലോണിയം അയോൺ എന്ന് പേര് വിളിക്കും കേട്ടോ. പഠിച്ചു വെക്കണേ. ആരാണ് ഹാലോജിനേഷനിലെ ഇലക്ട്രോഫൈൽ? ഹാലോണിയം അയോൺ. ആ ഹാലോണിയം അയോണിനെ ഉണ്ടാക്കുക എന്നതാണ് ഈ ലൂയിസ് ആസിഡിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാനൊരു ചെറിയ കാര്യം കാണിച്ചു തരാം. എങ്ങനെയാണത് ഹാലോണിയം അയോണിനെ ഉണ്ടാക്കുന്നത്? AlCl3 എന്ന് പറയുന്ന ആളാണെന്ന് വിചാരിക്കുക. അത് ക്ലോറിനെ കാണുന്ന സമയത്ത് റിയാക്ഷൻ നടന്നിട്ട് AlCl4 മൈനസ് പ്ലസ് Cl പ്ലസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകും. ഈ റിയാക്ഷൻ നടക്കും. അപ്പൊ നോക്കിക്കേ, നമുക്ക് ആവശ്യമുള്ള ആൾ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കിക്കേ. ആരാ നമുക്ക് ആവശ്യമുള്ള ആള്? ഇതാ ഇവിടെ Cl പ്ലസ് ഉണ്ടായിട്ടുണ്ട്. ആ Cl പ്ലസിനെ ജനിപ്പിക്കുക എന്ന പണിയാണ് AlCl3 എടുക്കുന്നത്, അഥവാ ലൂയിസ് ആസിഡ് എടുക്കുന്നത്. ഏത് ലൂയിസ് ആസിഡ് ആണെങ്കിലും ഹാലോണിയം അയോണിനെ അഥവാ ഇലക്ട്രോഫൈലിനെ ഉണ്ടാക്കുക എന്ന ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇനി എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇതാ നോക്കിക്കേ, ഇനി നമുക്കൊന്ന് റിയാക്ഷൻ നടത്തി നോക്കാം. ബെൻസീൻ ഉണ്ട്, ഹാലജൻ ഉണ്ട്, ലൂയിസ് ആസിഡിന്റെ പ്രസൻസും ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ബെൻസീൻ റിംഗിലേക്ക് ഒരു ഹാലജൻ കയറിയിരിക്കും, ക്ലോറിൻ. അപ്പൊ ബെൻസീൻ റിംഗിൽ നിന്ന് ആരാ ഇറങ്ങിപ്പോകുന്നത്? H അല്ലേ ഇറങ്ങിപ്പോകുന്നത്. ആ എച്ചും ഈ ക്ലോറിന്റെ കൂടെയുള്ള മറ്റേ Cl-ഉം തമ്മിൽ HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ബൈ പ്രൊഡക്റ്റ് ആരാണെന്ന് നോക്കിക്കോ, HCl ആണ്. എവിടുന്ന് H വന്നു? ബെൻസീൻ റിംഗിൽ നിന്ന്. എവിടുന്ന് ക്ലോറിൻ വന്നു? ക്ലോറിൻ പ്ലസിനെ ജനറേറ്റ് ചെയ്ത സമയത്ത് ബാക്കിയായ ഒരു Cl മൈനസ് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും രണ്ട് ക്ലോറിൻ അല്ലേ ഇവിടെ ഉള്ളത്. അതിലൊരു ക്ലോറിൻ ഹൈഡ്രജന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്ന പോലെ ബ്രോമിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണടാ. ബ്രോമോ ബെൻസീൻ കിട്ടും, പ്ലസ് HBr പ്രൊഡക്റ്റ് ഉണ്ടാകും. പഠിച്ചില്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയോഡിൻ ആണ് ഇവിടെ നമ്മൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ അയോഡിനേഷൻ നടന്നാൽ അയഡോബെൻസീൻ കിട്ടും. ശരിയല്ലേ? ക്ലോറോബെൻസീൻ, ഫ്ലൂറോബെൻസീൻ, ബ്രോമോബെൻസീൻ ഒക്കെ കിട്ടിയ പോലെ അയഡോബെൻസീൻ കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കൂടെ ഉണ്ടാകുന്ന റിയേജന്റ്, കൂടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് HI എന്ന് പറയുന്ന ആളാണ്. ഈ HI ഹൈലി അൺസ്റ്റേബിൾ ആണെന്നും അതുകൊണ്ട് ഈ റിയാക്ഷനെ തിരിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയോഡിനേഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ലൈക്ക് HNO3, HGO, HIO3 എക്സെട്ര. ഇങ്ങനെയുള്ള സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ മാത്രമേ അയോഡിനേഷൻ നടക്കുള്ളൂ. അപ്പൊ എന്താ മെച്ചം? ഉണ്ടാകുന്ന HI ഇല്ലേടാ, ആ HIയെ ഓക്സിഡൈസിങ് ഏജന്റ് I2 ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. I2 ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ പിന്നെ അയാളെ കൊണ്ട് കുഴപ്പമില്ല. HI ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് പ്രശ്നം. ഉണ്ടാകുന്ന HIനെ മുഴുവനും I2 ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് നല്ല ഈൽഡിൽ തന്നെ അയഡോബെൻസീൻ കിട്ടും. അപ്പൊ അയഡോബെൻസീൻ ഫോം ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കുന്നത് കണക്ട് ചെയ്യുന്നതിനും പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുന്നതിനും സഹായകരമായേക്കും. രണ്ടാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നൈട്രേഷൻ. പൊന്നുമോനെ, നൈട്രേഷനിലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2 പ്ലസ് ആണ്. നേരത്തെ ഹാലോണിയം അയോൺ ആയിരുന്നല്ലോ, ഇത് നൈട്രോണിയം അയോൺ എന്നാണ് ഇയാളുടെ പേര്. എന്താ പേര്? നൈട്രോണിയം അയോൺ. റിയേജന്റ് ഓർത്തു വെക്കണേ, ഫ്യൂമിംഗ് HNO3 ആണ്. ആരടാ? ഫ്യൂമിംഗ് HNO3. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെയും കാണാം,
കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് H2SO4 എന്ന് കാണാം. പഠിച്ചു വെക്ക്, കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് H2SO4 എന്ന് കാണാം. അപ്പൊ ഫ്യൂമിംഗ് HNO3 ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് നൈട്രേഷൻ. അപ്പൊ ഫ്യൂമിംഗ് HNO3 ഉപയോഗിക്കുന്നുണ്ട്, ബെൻസീൻ റിംഗിൽ ആര് വരും? NO2 പ്ലസ് കയറി വരും. കയറി വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. വരുന്ന സമയത്ത് അതിനൊരു പോസിറ്റീവ് ചാർജ് ഒക്കെ ഉണ്ടാകും, വന്നു കഴിഞ്ഞാൽ പിന്നെ അത് NO2 എന്ന് മാത്രമാകും. കാര്യം കാർബണിലെ നെഗറ്റീവ് ചാർജിനെ യൂസ് ചെയ്താണല്ലോ അയാൾ അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് NO2 നൈട്രോ ബെൻസീൻ കിട്ടും. ശ്രദ്ധിക്കുക, ഒരു ബെൻസീൻ റിംഗും എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കണേ. ഫ്യൂമിംഗ് HNO3 എന്നും കണ്ടു, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തു പറഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് വെറും നൈട്രോ ബെൻസീൻ അല്ല. ആ നൈട്രോ ബെൻസീനിന്റെ മെറ്റാ പൊസിഷനിൽ മറ്റൊരു NO2 കൂടി ഉണ്ടാവും. അപ്പൊ ഇവന്റെ പേര് മെറ്റാ ഡൈനൈട്രോ ബെൻസീൻ എന്നാണ്. എന്താ? മെറ്റാ ഡൈനൈട്രോ ബെൻസീൻ ആണ് കിട്ടുക. എപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് എടുത്തു പറഞ്ഞാൽ മെറ്റാ ഡൈനൈട്രോ ബെൻസീൻ അഥവാ 1,3 ഡൈനൈട്രോ ബെൻസീൻ കിട്ടും. IUPAC നെയിം പറയുമ്പോൾ 1,3 ഡൈനൈട്രോ ബെൻസീൻ കിട്ടും. ഓർമ്മയില്ലേ മോനെ? IUPAC നെയിം ഇടാനൊക്കെ പഠിച്ചു വെച്ചതാണ്. ഇനി ഇവിടെ ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നു. ഇൻ ഫ്യൂമിംഗ് HNO3 എന്ന് പറയുന്ന ഒരു മിക്സറില് HNO3യും H2SO4ഉം ഉണ്ടല്ലോ. അതില് HNO3 ആസിഡ് ആണോ ബേസ് ആണോ എന്നൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. HNO3യും H2SO4ഉം തമ്മിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചോളനെ HNO3 ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നമുക്കറിയാം HNO3 ആസിഡ് ആണ്. പക്ഷെ എപ്പോഴാ HNO3 ആസിഡ് ആകുന്നത്? അയാൾ ഒറ്റക്കാവുമ്പോഴാ. അയാളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് മറ്റൊരാൾ വന്നാൽ ആ സ്ട്രോങ്സ്റ്റ് ആസിഡ് ആയിട്ടും വീക്ക് ആസിഡ് ബേസ് ആയിട്ടുമാണ് ബിഹേവ് ചെയ്യുക എന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ HNO3 ബേസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആര് പോകുമെന്ന് പറ? ബേസിന്റെ പരിപാടി OH- റിമൂവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. OH- റിമൂവ് ചെയ്യുക, OH- കൊടുക്കുക. അപ്പൊ OH- എങ്ങനെ കൊടുക്കും? എടാ നോക്കിക്കേ, ഇതിൽ നിന്ന് OH- പോയാൽ ബാക്കി എന്തുണ്ട്? NO2 പ്ലസ് ഉണ്ട്. പഠിച്ചില്ലേ? ഒരു N-ഉം ഒരു 3 ഓക്സിജൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 OH ആയിട്ട് പോയി, ബാക്കി 2 എണ്ണം ഉണ്ടാകും. മൈനസ് ആയിട്ടാണ് പോയത്, അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ബാക്കിയാകും. അങ്ങനെയാണ് ഇത് എന്തുണ്ടായത്? അവിടെ NO2 പ്ലസ് എന്ന് പറയുന്ന നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോഫൈൽ ഉണ്ടായത്. അപ്പൊ ആ ഇലക്ട്രോഫൈലിനെ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ HNO3യുടെ കൂടെ ആരെ ആഡ് ചെയ്തതെന്ന് പറ? H2SO4നെ ആഡ് ചെയ്തത്. പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? മൂന്നാമനാണ് സൾഫോണേഷൻ. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൾഫോണേഷനിൽ ഇലക്ട്രോഫൈൽ SO3 ആണ്, സൾഫർ ട്രൈ ഓക്സൈഡ് ആണ്. അല്ലാതെ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇല്ല. ഓർത്തു വെക്കുക, SO3 എന്ന് മാത്രമാണ്. നേരത്തെ NO2 പ്ലസ് ആണ്, അതിനു മുമ്പ് X പ്ലസ് ആണ്, ഇനി വരാനുള്ളിടത്തും പ്ലസ്സുകളാണ്. പക്ഷെ സൾഫോണേഷനിൽ മാത്രം SO3 എന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചു വെച്ചോ. സൾഫോണേഷൻ ഈസ് റിവേഴ്സിബിൾ. സൾഫോണേഷൻ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ് എന്നും ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക. റിയേജന്റിനെ പഠിച്ചു വെച്ചോ കുഞ്ഞെ. റിയേജന്റ് ആരാണെന്ന് നോക്കിക്കൊള്ളണേ. റിയേജന്റ്, സൾഫോണേഷൻ നടത്താനുള്ള റിയേജന്റ്. ഞാൻ ഇനി പറയുന്ന വാക്കുകളെല്ലാം പഠിച്ചു വെച്ചോ. ഫ്യൂമിംഗ് H2SO4 എന്ന് കാണാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് SO3 എന്ന് കാണാം. ഇങ്ങനെയും കാണാം. അതുമല്ലെങ്കിൽ H2S2O7 എന്ന് കാണാം. ഒന്നുമില്ലടാ, H2SO4നെയും SO3യെയും ഒരുമിച്ച് ഇങ്ങോട്ട് എഴുതി നോക്കിക്കേ. 2 ഹൈഡ്രജനും 2 സൾഫറും 7 ഓക്സിജനും H2S2O7 എന്ന് കാണാം. ഇനി അതിനെ പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്ന് വേണമെങ്കിലും കാണാം. പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്ന് കണ്ടാലും സൾഫോണേഷൻ ആണെന്ന് ഓർത്തു വെക്കുക. ഇനി അതൊന്നുമല്ലാതെ ഒലിയം എന്ന് കണ്ടാലും അവിടെ സൾഫോണേഷൻ ആണ്, മറക്കാതിരിക്കുക. അപ്പൊ അതാ റിയാക്ഷൻ. അവിടെ കുറെ എഴുതി പോയത് കൊണ്ട് ഞാൻ റിയാക്ഷൻ ഒന്ന് താഴോട്ട് എഴുതുന്നുണ്ട്. ബെൻസിൻ റിംഗിലേക്ക് ഒലിയം വന്നാൽ സൾഫോണേഷൻ നടക്കും. ആ സൾഫോണേഷന്റെ പ്രത്യേകത അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. പഠിച്ചു വെച്ചോ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ബെൻസിൻ റിംഗിലേക്ക് കയറി വരുന്ന ഗ്രൂപ്പ് SO3H ആണ്. ഹലോ, SO3 മാത്രമല്ല, ഇലക്ട്രോഫൈൽ ആരാണെന്ന് ചോദിച്ചാൽ SO3 ആണ്. ബെൻസിൻ റിംഗിൽ SO3H എന്ന് പറയുന്ന ഗ്രൂപ്പാണ് വരിക, അഥവാ ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ് കിട്ടുക. പഠിച്ചു വെച്ചോ, ബെൻസീൻ സൾഫോണിക് ആസിഡ്. നെക്സ്റ്റ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണ് കുഞ്ഞെ. ഇലക്ട്രോഫൈൽ കാർബോകാറ്റയോൺ. പഠിച്ചു വെച്ചോ, കാർബോകാറ്റയോൺ. കാർബണിൽ പോസിറ്റീവ് ചാർജ് വന്നാലല്ലേടാ നമ്മൾ അതിനെ കാർബോകാറ്റയോൺ എന്ന് പേര് വിളിക്കുക. അതാണ് ഇലക്ട്രോഫൈൽ.
റിയേജന്റ് ഒന്നിരിക്കൽ RCl എന്ന് പറഞ്ഞാൽ ആരടാ? Cl എന്ന് വേണ്ട, ജനറലി നമുക്ക് എക്സ് ആക്കാം. ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് വേണം. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അൻഹൈഡ്രസ് Cl3. ഏതാ റിയാക്ഷൻ? ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ അൻഹൈഡ്രസ് Cl3 വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അൻഹൈഡ്രസ് Cl3 എന്നതിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്ന പേരിൽ ഓമന പേര് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് പറ? അൻഹൈഡ്രസ് Cl3 ആണ് എന്ന് മറക്കാതിരിക്കുക. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്ന് പേര് പറഞ്ഞാൽ അൻഹൈഡ്രസ് Cl3 ആണ്. നോക്കിക്കേടാ, ബെൻസീൻ റിങ്ങിൽ ആരാ കയറി വരിക? ഈ RClലെ ക്ലോറിൻ അങ്ങോട്ട് പോകും. ബാക്കി ആരുണ്ടാകും? R എന്ന ഗ്രൂപ്പ് മാത്രം ഉണ്ടാകും. അത് ബെൻസീൻ റിങ്ങിലേക്കാണ് കയറി വരും. അപ്പൊ അടുത്തത് നോക്കിക്കേ. അടുത്ത ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ബെൻസീൻ റിംഗ് ഉണ്ട്, CH3Cl ഉണ്ട്, അൻഹൈഡ്രസ് Cl3 ഉണ്ട്. ഈ ക്ലോറിൻ ഇങ്ങനെ പോകും. CH3ക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ആ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഏതോ അത് ബെൻസീൻ റിംഗിലേക്ക് കയറിയിരിക്കും, CH3 എന്നായി മാറും. അപ്പൊ ബെൻസീൻ റിംഗിൽ CH3 അഥവാ ടൊളുവിൻ കിട്ടും എന്നർത്ഥം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. ഇവിടുന്ന് ക്ലോറിൻ പോകും. ക്ലോറിൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. നോക്കടാ, കാർബോ കാറ്റയോൺ ആണല്ലോ ഇന്റർമീഡിയറ്റ്. അതുകൊണ്ട് നമ്മൾ വിജിലന്റ് ആവണം. കാർബോ കാറ്റയോൺ ആണ് ഇന്റർമീഡിയറ്റ് എങ്കിൽ ഷിഫ്റ്റ് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ പ്രൈമറി കാർബോ കാറ്റയോൺ ആണ്, വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മോർ സ്റ്റേബിൾ സെക്കൻഡറി കാർബോ കാറ്റയോൺ. അപ്പൊ ഇവിടെ ഒരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആയി മാറാനുള്ള ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കും. ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ചാടും. അപ്പൊ കിട്ടുന്നത് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സെക്കൻഡറി കാർബോ കാറ്റയോൺ ആയിട്ട് അത് മാറും. ഇയാളാണ് ഇനി ബെൻസീൻ റിംഗിലേക്ക് കയറി വരിക. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ ആരാണോ അതാണ് ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്യുക. അതാരാ? CH ആണ് അറ്റാച്ച് ചെയ്യുക. CH3 ഒരു തലക്കൽ, CH3 മറ്റൊരു തലക്കൽ, ആൻഡ് ദി പ്രൊഡക്റ്റ് ഈസ് ക്യുമീൻ. ഓർമ്മയില്ലടാ, ഇവന്റെ പേരാണ് ക്യുമീൻ അഥവാ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ കിട്ടും, ക്യുമീൻ കിട്ടും. അപ്പൊ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആയതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോ, എന്ത് നടക്കാം? ഷിഫ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നത് ഓർത്തു വെക്കുക. അതിന് മറ്റൊരു എക്സാമ്പിൾ ആണടാ, ഈ ക്ലോറിൻ ഇവിടുന്ന് പൊട്ടിയാൽ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തില്ലേ, വിച്ച് ഈസ് എ പ്രൈമറി കാർബോകാറ്റയോൺ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ടെർഷ്യറി കാർബോകാറ്റയോൺ ബൈ ഷിഫ്റ്റിംഗ് എ ഹൈഡ്രൈഡ് ഫ്രം ദി നിയറസ്റ്റ് കാർബൺ. ശരിയല്ലേ? ആ നടക്കാനുള്ള നാറികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ ബോണ്ട് CH3, ഇവിടെ CH3, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് ബെൻസീൻ റിംഗിലേക്ക് ഒരു തൊപ്പി പോലെ കയറിയിരിക്കും. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3. പഠിച്ചില്ലേ? അപ്പൊ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനിൽ നന്നായി ശ്രദ്ധിക്കണം. ദി ഇന്റർമീഡിയറ്റ് ഇസ് കാർബോകാറ്റയോൺ. ദാറ്റ്സ് വൈ പോസിബിലിറ്റി ഓഫ് ഷിഫ്റ്റ് ഹൈഡ്രൈഡ് ഓർ മീഥൈൽ ഷിഫ്റ്റ് ഷുഡ് ബി കൺസിഡേർഡ്. ഇതാണ് ഇവിടെ പറഞ്ഞ പുതിയ കാര്യം. പഠിച്ചല്ലോ? ആൻഡ് വൺ മോർ തിങ്. എടാ, അൻഹൈഡ്രസ് Cl3 ഇല്ലാതെ അൻഹൈഡ്രസ് Cl3 നിർബന്ധമായിട്ടും വേണം എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ AlCl3 എന്ന് പറയുന്ന ആള് ലൂയിസ് ആസിഡ് ആണല്ലോ. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടത്താൻ അൻഹൈഡ്രസ് Cl3 തന്നെ വേണോ അതോ മറ്റേതെങ്കിലും ഒരു ലൂയിസ് ആസിഡ് മതിയോ? എടാ, ശരിക്കും പഠിച്ചു വെച്ചോ, മറ്റേത് ലൂയിസ് ആസിഡ് ഉണ്ടെങ്കിലും റിയാക്ഷൻ നടക്കും. പക്ഷെ ആ റിയാക്ഷന്റെ പേര് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്നായിരിക്കില്ല. അപ്പൊ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്നാവണമെങ്കിൽ അതിന്റെ കൂടെയുള്ള റിയേജന്റ് അൻഹൈഡ്രസ് Cl3 തന്നെ ആവണം. അൻഹൈഡ്രസ് Cl3 അല്ലാതെ വേറെ ഏതെങ്കിലും ലൂയിസ് ആസിഡ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കില്ല എന്നാണോ? റിയാക്ഷനൊക്കെ നടക്കും, സെയിം പ്രൊഡക്റ്റ് കിട്ടും. പക്ഷെ ആ റിയാക്ഷനെ നോക്കിയിട്ട് നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് പേര് പറയാൻ പറ്റില്ല. ഡീലാണല്ലോ? അതാണ് ഇവിടെ എഴുതി വെച്ചത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. ദ റിയാക്ഷൻ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ എനി ലൂയിസ് ആസിഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എന്ന് വേണേ, ഇൻ ദി പ്രസൻസ് ഓഫ് എനി ലൂയിസ് ആസിഡ് അതർ ദാൻ AlCl3. AlCl3 അല്ലാത്ത മറ്റേത് ലൂയിസ് ആസിഡ് കൊണ്ടും ഈ റിയാക്ഷൻ നടത്താം. ബട്ട് ദി റിയാക്ഷൻ ഈസ് നോട്ട് നോൺ ആസ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, ഒരു CH3Cl എന്ന് പറയുന്ന മോളിക്യൂൾ, ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്, FeCl3 ഉണ്ട്. FeCl3 ഒരു ലൂയിസ് ആസിഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് റിയാക്ഷൻ നടക്കും, ഇവിടെ പൊട്ടും, ബെൻസീൻ റിംഗിലേക്ക് CH3 എന്ന് കയറി വരും,
കിട്ടുന്ന പ്രൊഡക്റ്റ് ടൊളുവിൻ എന്ന് നമുക്ക് പേര് വിളിക്കാം. പക്ഷേ ഈ എൻറ്റയർ റിയാക്ഷനെ ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പേര് പറയാൻ പറ്റില്ല. അത്ര മാത്രമേ ഉള്ളൂ. അതിനർത്ഥം റിയാക്ഷൻ നടക്കില്ലെന്നല്ല, ഓർത്തു വെച്ചേക്കുക. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ആരാണടാ ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷന്റെ റിയേജന്റ്? പഠിച്ചു വെച്ചോ. CH3 സിംഗിൾ ബോണ്ട്, CH3 എന്ന് വേണ്ട, ജനറലി നമുക്ക് R എന്ന് പറയാം. R C ഡബിൾ ബോണ്ട് O പ്ലസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് കിട്ടുക. RC ഡബിൾ ബോണ്ട് O പ്ലസ്. നമ്മൾ അതിനെ അസൈലോണിയം അയോൺ എന്ന് പേര് വിളിക്കും. എന്താണ് പേര്? അസൈലോണിയം അയോൺ. ഓർത്തു വെച്ചോ, പേരെന്താ? അസൈലോണിയം അയോൺ. റിയേജന്റ് രണ്ടെണ്ണം പറ്റും. ഒന്നാമത്തെ റിയേജന്റ് പഠിച്ചു വെച്ചോ, ആസിഡ് ക്ലോറൈഡ് RCOCl ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് LCl3. LCl3 ഇല്ലാത്ത പരിപാടിയില്ല, കാര്യം റിയാക്ഷൻ ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. എന്ന പോലെ ആസിഡ് ക്ലോറൈഡിന് പകരം RC ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് OR എന്ന ആസിഡ് അൻഹൈഡ്രൈഡും പറ്റും. ആസിഡ് അൻഹൈഡ്രൈഡും പറ്റും. അതും ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് LCl3 തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആസിഡ് ക്ലോറൈഡും പറ്റും, ആസിഡ് അൻഹൈഡ്രൈഡും പറ്റും. വിച്ച് ഇസ് ബെറ്റർ റിയാക്ടിവിറ്റി? ആസിഡ് ക്ലോറൈഡ് ആണ് കുറച്ചുകൂടെ നല്ലത്. അത്രക്ക് നല്ലതല്ല ആസിഡ് അൻഹൈഡ്രൈഡ് എന്നതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി റിയാക്ഷൻ നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ക്ലോറിൻ ഇങ്ങോട്ട് പോകുന്നു. പോസിറ്റീവ് ചാർജ് ഇവിടെ വരുന്നു. പോസിറ്റീവ് ചാർജ് വന്ന ആൾ ആരാണോ അത് ബെൻസീൻ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ ആരാ? CO ആണ്. തൊട്ടടുത്തൊരു CH3യും ഉണ്ട്. അപ്പോ എന്ത് കിട്ടും? ഇയാളുടെ പേരാണ് അസറ്റോഫിനോൺ. എന്താ കിട്ടും മോനെ? അസറ്റോഫിനോൺ കിട്ടും. അസറ്റോഫിനോണിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്ന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹിപ്നോൺ. എന്താണ് പേര്? ഹിപ്നോൺ എന്നും ഇവനെ പേര് വിളിക്കും. എന്ന പോലെ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ച്. ആസിഡ് അൻഹൈഡ്രൈഡ് അല്ലേ ഞാൻ ഇവിടെ റിയാക്ഷനിൽ എടുത്തേക്കുന്നത്. ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. പോസിറ്റീവ് ചാർജ് വന്ന ആള് ബെൻസീൻ റിംഗിലേക്ക് കയറും. അപ്പൊ ബെൻസീൻ റിംഗിൽ COCH3 എന്ന ഗ്രൂപ്പ് കിട്ടും. പ്ലസ് ഇത് നോക്കിക്കേ, ഈ ഗ്രൂപ്പ് ഇതാരാണെന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. CH3 C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഒരാളുണ്ട്. അതിലേക്ക് ഇനി ആരാടാ വരിക? എടാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ബെൻസീൻ റിംഗിൽ നിന്ന് ആരിറങ്ങിപ്പോകും എന്ന് പറ? H ഇറങ്ങിപ്പോകും. ആ H ഇവിടെ വന്നിട്ടുണ്ടാകും. പഠിച്ചില്ലേ? അപ്പൊ എന്താ കിട്ടിയത്? അസെറ്റിക് ആസിഡ് കിട്ടും. എന്താ കിട്ടിയ മോനെ? അസെറ്റിക് ആസിഡും കിട്ടും. പിന്നെ ഇയാളുടെ പേരെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു. ആരാണ്? അസറ്റോഫിനോൺ അഥവാ ഹിപ്നോണും കിട്ടും. ഡീലല്ലേ? നോട്ട് ചെയ്തു വെക്കേണ്ട ഒരു സാധനം പ്രധാനമായും ജെയ്ക്ക് വേണ്ടിയാണ്. നീറ്റുകാർ അത്ര മൈൻഡ് ആക്കേണ്ടതില്ല. ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് വിത്ത് അസൈലോണിയം അയോൺ ഈസ് ടെർഷറി. അസൈലോണിയം അയോണിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ടെർഷറി ഗ്രൂപ്പ് ആണെങ്കിൽ ഡീകാർബോക്സിലേഷൻ ടേക്സ് പ്ലേസ് പ്രയർ ടു സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിന് മുമ്പ് ഡീകാർബോക്സിലേഷൻ നടക്കും. എന്താ കഥ? ഞാൻ പറഞ്ഞുതരാം. എടാ ഈ ക്ലോറിൻ ഇവിടുന്ന് പോകും. അൻഹൈഡ്രസ് LCl3 ഉണ്ട്. അൻഹൈഡ്രസ് LCl3 ഉണ്ട്. അപ്പൊ ക്ലോറിൻ പോയി ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നില്ലേ? ആ പോസിറ്റീവ് ചാർജ് വന്നതിന്റെ തൊട്ടടുത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ നോക്കിക്കേ. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു ടെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? ഈ പോസിറ്റീവ് ചാർജ് ഉള്ള CO അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ടെർഷറി അല്ലേ എന്ന്. അയാൾക്ക് മറ്റു 3 കാർബണുകളുമായി ബന്ധമുണ്ട്. അപ്പൊ ആദ്യം ഡീകാർബോക്സിലേഷൻ നടക്കും. ഡീകാർബോക്സിലേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഈ CO ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. CO പോയിട്ട് ഈ സാധനം ഉണ്ടല്ലോ CH3 CH3 സിംഗിൾ ബോണ്ട് CH3 ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. ആ CO പോയി കഴിഞ്ഞാൽ ആ ബോണ്ട് നഷ്ടപ്പെട്ടത് ആ കാർബണിലാണല്ലോ. അവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. ആ പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് ബെൻസീൻ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പൊ ബെൻസീൻ റിംഗിൽ CH3 എന്ന ഗ്രൂപ്പ് ഉണ്ടാകും. സാധാരണ COR ആണ് ഉണ്ടാവുക. ഇവിടെ CO അങ്ങോട്ട് പോകും. എപ്പോൾ? ഇഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടെർഷറി. മറക്കാതിരിക്കുക. ജെയ്ക്കാര് മാത്രം ശ്രദ്ധിക്കുക. നീറ്റിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞു ബെൻസീൻ കാണിക്കുന്ന 3 റിയാക്ഷൻസ്. 1 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, 2 അഡീഷൻ റിയാക്ഷൻ, 3 ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പ്രധാനപ്പെട്ടത് എന്നും പറഞ്ഞു. ഇനി അഡീഷനും ഓക്സിഡേഷനും ചെറിയ 2 സ്ലൈഡിൽ പരിപാടി തീരും. 1 അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അത് നമ്മൾ പണ്ട് ഹൈഡ്രോജിനേഷൻ റിയാക്ഷൻസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് റഫർ. ബെൻസീനിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ? ആ 3 ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് അവിടേക്കൊക്കെ ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ ടോട്ടൽ 6 ഹൈഡ്രജൻ വേണ്ടിവരും. 6 ഹൈഡ്രജൻ ആണ് ഞാൻ 3H2 എന്ന് ഇട്ടേക്കുന്നത്. ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് വേണം,
ടെമ്പറേച്ചർ നിർബന്ധമായിട്ടും വേണം. ബെൻസീനിലെ എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടി അവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആകും. കിട്ടുന്ന ആളുടെ പേരാണ് സൈക്ലോഹെക്സെയിൻ. എന്താ മോനെ? സൈക്ലോഹെക്സെയിൻ കിട്ടും. അപ്പൊ ബെൻസീനിന്റെ ഫോർമുല C6H6 ആണ്. സൈക്ലോഹെക്സൈന്റെ ഫോർമുല C6H12 ആണ്. അപ്പൊ 6 ഹൈഡ്രജൻ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരുപാട് കഥ പറയുന്നില്ല. നെക്സ്റ്റ് അഡീഷൻ ഓഫ് ക്ലോറിൻ പഠിച്ചു വെച്ചോ. അഡീഷൻ ഓഫ് ക്ലോറിൻ. എടാ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ കേട്ടോളനെ, പ്രസൻസ് ഓഫ് സൺലൈറ്റും ആബ്സെൻസ് ഓഫ് ലൂയിസ് ആസിഡും. സാറേ നേരത്തെ നിങ്ങൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞേ? പൊന്നുമോനെ, അത് ഞാൻ പറഞ്ഞത് അഡീഷൻ അല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിനക്ക് നടക്കേണ്ടത് എങ്കിൽ ലൂയിസ് ആസിഡിനെ എടുക്കുകയും പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഒഴിവാക്കുകയും വേണം. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, സൺലൈറ്റിന്റെ പ്രസൻസ് കൊടുക്കുകയും ലൂയിസ് ആസിഡിനെ ഒഴിവാക്കുകയും ചെയ്താൽ ഇവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ആഡ് ചെയ്യപ്പെടും. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ഉള്ള എല്ലാവരെയും നിലനിർത്തിയിട്ട് പുതിയതായിട്ട് ആളുകളെ ആഡ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അതിനെ അഡീഷൻ എന്ന് പേര് വിളിക്കുക. നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയായിരുന്നല്ലോ, ഒരു H+ ഇറങ്ങി പോകുന്നു നമ്മൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള പരിപാടി ഇവിടെ ഉണ്ടാവില്ല. H+ ഇറങ്ങി പോകുന്നില്ല, ആ H ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഡബിൾ ബോണ്ട് ഒക്കെ പൊട്ടും. ആ ഡബിൾ ബോണ്ട് നിന്നിരുന്ന സ്ഥലത്താണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഡബിൾ ബോണ്ട് പൊട്ടിയ കാരണം കൊണ്ടുണ്ടായ വാലൻസി ഉണ്ടല്ലോ, ആ വാലൻസി എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബെൻസീൻ റിങ്ങിലെ എല്ലാ കാർബണിനും ഓരോ വാലൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വാലൻസി ഉണ്ടായിരുന്നതൊക്കെ ക്ലോറിൻ 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 കയറി വരും. ഇതാണ് അഡീഷൻ റിയാക്ഷൻ. മനസ്സിലായിട്ടില്ലേ മോനെ? ശരിക്കും പഠിച്ചു വെച്ചോളനെ. ആബ്സെൻസ് ഓഫ് ലൂയിസ് ആസിഡ് ആണെന്ന് ഓർത്തു വെക്കുക. ഇവന്റെ പേരാണ് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. എന്താ കുഞ്ഞെ? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഞങ്ങൾ സയന്റിസ്റ്റുകൾ അതിനെ BHC എന്ന് ഷോർട്ടാക്കി വിളിക്കാറുണ്ട്, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡിനെ. ചിലർ ഇതിന്റെ ഫോർമുല C6H6Cl6 എന്നാണല്ലോ ഇതിന്റെ ഫോർമുല. കാര്യം C6H6 എന്ന് പറഞ്ഞാൽ ബെൻസീന്റെ ഫോർമുലയാണ്. അതിലൊന്നിനെ പോലും ഒഴിവാക്കാതെ 6 ക്ലോറിനും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് C6H6Cl6 പഠിച്ചല്ലോ. അതിനെ 666 എന്നും പേര് വിളിക്കാറുണ്ട്. C6H6Cl6 എന്നുള്ളതിലെ 6കളുടെ കളി കൊണ്ട് 666 എന്നും ഇതിനെ പേര് വിളിക്കാറുണ്ട്. ഇനി ചിലരിതിനെ ജെമക്സീൻ എന്ന് പേര് വിളിക്കാറുണ്ട്. പഠിച്ചു വെച്ചോ, ജെമക്സീൻ. ഇനി കഴിഞ്ഞു. ചിലരൊക്കെ ലിൻഡെയിൻ എന്നും പേര് വിളിച്ച് കാണാറുണ്ട്. എന്നോട് ദേഷ്യമൊന്നും കരുതരുതേ, ഞാൻ എന്ത് ചെയ്തിട്ടാടാ, നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ഈ പേരുകളൊന്ന് പഠിച്ചു വെച്ചോ. ആൻഡ് ദി ലാസ്റ്റ് പോയിന്റ്, ഈ പറയുന്ന പേരൊക്കെ ഉള്ള ആളില്ലേ, അഥവാ അവനൊരു ഇൻസെക്ടിസൈഡ് ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്ക്. BHC എന്ന് പറയുന്നത് ഒരു ഇൻസെക്ടിസൈഡ് ആണ്. And the last reaction regarding with the chemical properties of benzene is oxidation. ഇത് റഫറാണ്. റഫർ കാര്യം എന്താ? ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പൊ 3 ഹൈഡ്രജൻ ഉണ്ട്, ടൊളുവിൻ ആണല്ലോ, KMnO4 ആ ഗ്രൂപ്പിനെ പിടിച്ചിട്ട് COOH ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റുമെന്ന് സെലക്റ്റീവ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഓക്സിഡേഷൻ ടെർഷറി കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജനെ ആൽക്കഹോൾ ആക്കി മാറ്റുമെന്നും ബെൻസൈൽ കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജനെ COOH ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റുമെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, മുമ്പ് കഴിഞ്ഞിട്ടുള്ളത്. റഫർ ഓർത്തു വെച്ചോളണേ. ഇനി നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്, ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ്. എടാ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസിൽ എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിച്ചു കേൾക്കണേ, എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാ +R ഗ്രൂപ്പുകളും, +R എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലോ, റെസൊണൻസ് എഫക്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്. ഇതാണ് അതിന്റെ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ്. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്. എല്ലാ -R ഗ്രൂപ്പുകളും മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഇത് ഓർത്തു വെച്ചാൽ ഇതിൽ കൺഫ്യൂഷൻ ഇല്ല. എല്ലാ +R ഗ്രൂപ്പുകളും ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. എല്ലാ -R ഗ്രൂപ്പുകളും മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. എക്സാമ്പിൾസ് കാണിച്ചു തരാം. നോയിക്കോട്ടെ മോനെ, ഞാൻ കുറെ റിയാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ആദ്യം ബെൻസീൻ റിങ്ങിലേക്ക്, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിക്കോട്ടോ, ബെൻസീൻ റിങ്ങിലേക്ക് ഫ്യൂമിങ് HNO3. അപ്പൊ എന്താ വരിക? ബെൻസീൻ റിങ്ങിൽ NO2 വരും, ശരിയല്ലേ? ഈ NO2 ഗ്രൂപ്പിന്റെ പ്രത്യേകത, ഈ NO2 ഗ്രൂപ്പ് വന്ന ആളെ കുറിച്ച് പറ, അയാൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഇനി ഒരാളെ വരുന്നത് ആരാണെങ്കിലും ശരി,
ആ വരുന്നവനെ ഇയാൾ മെറ്റാ പൊസിഷനിലാണ് ഇരുത്തുക. കാര്യം എന്താ? NO2 ഗ്രൂപ്പ് -R ഗ്രൂപ്പാണ്. -R ഗ്രൂപ്പുകളെല്ലാം മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഇനി ആരാ വരുന്നത് നോക്കിയേ? ഫ്യൂമിംഗ് HNO3 തന്നെയാണ് വീണ്ടും വരുന്നത്. ഫ്യൂമിംഗ് HNO3 ആണ് വീണ്ടും വരുന്നതെങ്കിൽ വീണ്ടും ഒരു NO2 വരും. അപ്പൊ രണ്ടാമത്തെ NO2 എവിടെ വരണമെന്ന് ആദ്യത്തെ NO2 തീരുമാനിക്കും. എന്താ? ആദ്യം വന്നവനാണ് കേട്ടോ തീരുമാനം എടുക്കുക. രണ്ടാമത് വരുന്നവൻ എവിടെ കയറിയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആദ്യം വന്നിട്ടുള്ളവനാണ്. ഓർത്തു വെക്കണേ, രണ്ടാമത് കയറി വരുന്നവന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. രണ്ടാമത്തവൻ എവിടെ വേണമെന്ന് ആദ്യമേ ബെൻസീൻ റിങ്ങിലുള്ളവൻ തീരുമാനിക്കും. പഠിച്ചു വെച്ചോ. എന്താ അവന്റെ തീരുമാനം? +R ഗ്രൂപ്പുകളാണെങ്കിൽ അവരുടെ തീരുമാനം ഓർത്തോ ഓർ പാരാ ഡയറക്ഷനിൽ പോട്ടെ, -R ഗ്രൂപ്പ് ആണെങ്കിൽ മെറ്റാ പൊസിഷനിൽ പോട്ടെ എന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത റിയാക്ഷൻ ചെയ്തു നോക്കാം. ബെൻസീൻ റിങ്ങിൽ CH3COCl അൻഹൈഡ്രസ് LCl3. ഈ കാണുന്ന എല്ലാ റിയാക്ഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളാ. എന്താ സംഭവിക്കുക? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടക്കും. ബെൻസീൻ റിങ്ങിൽ ആര് വരും? COCH3 വരും. എടാ, ഈ COCH3 എന്ന ഗ്രൂപ്പ് -R ഗ്രൂപ്പ് ഉള്ളവനാണടാ. -R ഗ്രൂപ്പ് ഉള്ളവനായതുകൊണ്ട് തന്നെ ഇനി ഒരാൾ വരുന്നത് ആ COCH3യുടെ മെറ്റാ പൊസിഷനിലായിരിക്കും. ആ വരുന്നവൻ ആരാണെങ്കിലും ശരി. ആരാണെന്ന് നമുക്ക് നോക്കാം. ക്ലോറിൻ FeCl3. ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ നടന്നാൽ ക്ലോറിൻ വരും. പഠിച്ചില്ലേ? അടുത്ത നോക്കിയേ, ബെൻസീൻ റിങ്ങിൽ ബ്രോമിൻ വന്നു. കാര്യം ബ്രോമിനും FeBr3 ഉപയോഗിച്ചു. ഈ ബ്രോമിന്റെ പ്രത്യേകത അയാൾ +R ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബ്രോമിന്റെ ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരാം, അല്ലെങ്കിൽ ബ്രോമിന്റെ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരാം. കാരണം എന്താ? ബ്രോമിൻ എന്ന് പറയുന്നത് ഒരു +R ഗ്രൂപ്പാണ്. +R ഗ്രൂപ്പുകളെല്ലാം ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ആരാ വരുന്നത്? ക്ലോറിൻ ബാർ FeCl3. അപ്പോൾ ഒന്നിരിക്കൽ ഓർത്തോയിൽ ക്ലോറിൻ വരാം, അല്ലെങ്കിൽ പാരയിൽ ക്ലോറിൻ വരാം. അടുത്തത് ബെൻസീൻ റിങ്ങിൽ ഫ്യൂമിംഗ് H2SO4 ആണ്. SO3H വരും. SO3H -R ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മെറ്റാ പൊസിഷനിലാണ് അടുത്ത ആള് വരിക. ആരാ വരുന്നത്? CH3Cl അൻഹൈഡ്രസ് LCl3 ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ CH3 ഗ്രൂപ്പ് കയറി വരുന്നത് SO3Hന്റെ എവിടെയാണ്? മെറ്റാ പൊസിഷനിലാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ആരാ? ലാസ്റ്റ് വൺ കംപ്ലീറ്റ് അല്ല, ഞാൻ കാണിച്ചു തരാം. ബെൻസീൻ റിങ്ങിൽ CH3Cl അൻഹൈഡ്രസ് LCl3 ആര് വരും? ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് വരും. ഈ CH3 ഗ്രൂപ്പും +R ഗ്രൂപ്പാണ്. +R ഗ്രൂപ്പാണ്. പോസിറ്റീവ് റെസൊണൻസ് കാണിക്കാൻ കഴിവുള്ള ആളാണ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. അതൊക്കെ വിട്ടേക്കും. +R ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ +R ഗ്രൂപ്പുകളുടെയും ഓർത്തോ ഓർ പാരാ പൊസിഷനിലാണല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ. ആര് വന്നാലും അതിന്റെ ഓർത്തോയിലോ പാരയിലോ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഫ്യൂമിംഗ് HNO3 ആയിക്കോട്ടെ. അപ്പൊ നൈട്രേഷൻ നടക്കുമല്ലോ. ഇവിടെ ഒരു NO2 വരാം, അല്ലെങ്കിൽ ഇവിടെ ഒരു NO2 വരാം. ഇതാണ് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസിൽ നിങ്ങൾ പഠിക്കാനുള്ള ബാലപാഠം. മനസ്സിലായല്ലോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണടാ ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ ആരാണ്? റിയാക്ഷൻ എന്ന് നോക്കിക്കേ. തന്നിരിക്കുന്ന ആള് ടൊളുവിനാണ്. ടൊളുവിനാണ് ക്ലോറിനേഷൻ നടക്കുന്നതെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളണം. ഇതാരാണ്? ടൊളുവിനാണ്. ബെൻസീൻ അല്ല കേട്ടോ ഇത്. ആരാണ്? ടൊളുവിനാണ്. ബെൻസീനിലല്ല, ടൊളുവിനിൽ. ഞാൻ ഈ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളണം. ആരോ മാർക്കിന് മുകളിൽ ക്ലോറിൻ, ഒരു ലൂയിസ് ആസിഡ്, ഡാർക്ക് കണ്ടീഷൻ എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ മനസ്സിലാകും. ആ കാണുന്നതെല്ലാം ഒരു എന്തിന്റെ സൈൻ ആണെന്ന് പറ. ആ കാണുന്നതെല്ലാം എന്തിന്റെ സൈനാണ്? സബ്സ്റ്റിറ്റ്യൂഷന്റെ സൈനാണ്. പഠിപ്പിച്ചതല്ലേ? ഫ്രിഡൽ ക്രാഫ്റ്റ് ക്ലോറിനേഷൻ ഹാലോജിനേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചതല്ലേ? അപ്പൊ ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് എഴുതുകയാണ്. ബെൻസീൻ റിങ്ങിൽ CH3 ഉണ്ട്. ആ CH3 എന്ന് പറയുന്നത് ഒരു +R ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഒന്നിരിക്കൽ അതിന്റെ ഓർത്തോ പൊസിഷനിൽ, അല്ലെങ്കിൽ അതിന്റെ പാരാ പൊസിഷനിലാണ് ക്ലോറിൻ വരിക. എന്നാൽ ശ്രദ്ധിക്കുക, റിയേജന്റ് ആയിട്ട് വരുന്നവൻ കേൾക്ക്, ക്ലോറിൻ HNu. ക്ലോറിൻ HNu, ക്ലോറിൻ തന്നെയാണ് മുകളിലുള്ളത്. പക്ഷെ ഇവിടെ HNu എന്ന് കണ്ടാൽ സൺലൈറ്റ് ആണല്ലോ. സൺലൈറ്റിന്റെ പ്രസൻസിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ നടന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേടാ. സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻ റിങ് നടക്കും. റിങ്ങിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. എവിടെ? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും ഇൻ ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ആരാ ആൽക്കൈൽ ഗ്രൂപ്പ്? ഈ CH3 എന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അപ്പൊ എന്താ കിട്ടുക? ബെൻസീൻ റിങ് അങ്ങനെ നിലനിൽക്കും.
ആ CH3 എന്നതിൽ നിന്നൊരു ഹൈഡ്രജൻ പോയിട്ട് പകരം ഒരു ക്ലോറിൻ വരും, അഥവാ ബെൻസൈൽ ക്ലോറൈഡ് കിട്ടും. നേരത്തെ ക്ലോറോ ബെൻസീൻ ആണ് കിട്ടിയത്, ക്ലോറോ ടൊളുവിൻ. ഇവിടെ ബെൻസൈൽ ക്ലോറൈഡ് കിട്ടും. എന്താ വ്യത്യാസം മനസ്സിലായില്ലേ? ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ബെൻസീൻ റിങ്ങിലല്ല. എവിടെയാണ്? ഇൻ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓർത്ത് വെച്ചോ. കഴിഞ്ഞു. ഇതോടുകൂടെ ഹൈഡ്രോ കാർബൺസിലുള്ള എല്ലാ റിയാക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഹക്കൽസ് റൂൾ എന്ന് പറയുന്ന ഒരു സാധനം കൂടി തരാനുണ്ട്. അത് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ഇതിന്റെ പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ഇനി ഹക്കൽസ് റൂൾ കാണില്ല. പകരം ഇത് കാണുമ്പോൾ തന്നെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസിൽ പോയിട്ട് ഹക്കൽസ് റൂള് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു 30 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് തരുന്നുണ്ട്. ഇനി അത് കിട്ടിയിട്ടില്ലാത്തവർ ഡയറക്റ്റ് ഒന്ന് ഹക്കൽസ് റൂൾ എന്ന് നമ്മുടെ ചാനലിൽ അരോമാറ്റിസിറ്റി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് ഒക്കെ തരുന്നുണ്ട്. ആ ഹോംവർക്കിന്റെ ആൻസറുകളൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ അവസാനത്തെ ഒരു ഹോംവർക്കിന്റെ ആൻസർ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ടങ് സ്ലിപ്പ് സംഭവിച്ചൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്താനൊന്നുമില്ല, നിങ്ങളത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് അരോമാറ്റിക് ആയ ആളെ ഞാൻ ആന്റി അരോമാറ്റിക് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ആന്റി അരോമാറ്റിക് ആയ ഒരാളെ അരോമാറ്റിക് എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ശരിയാവും. അപ്പൊ അതാണ് ഇതിന് ശേഷം നിങ്ങൾ കാണേണ്ട വീഡിയോ. ഇതോടുകൂടെ ഹൈഡ്രോ കാർബൺസ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഇനി നമുക്ക് ഹാലോ ആൽക്കേനുമായിട്ട് വീണ്ടും കാണാം.